ഈ വർഷം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രബലമായ 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലും സീറ്റ് വിഭജനത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. ഇന്ത്യ സഖ്യം ഒരു ഭാഗത്ത് BJPക്കെതിരായുള്ള പട നയിക്കുന്നു, മറ്റൊരിടത്ത് BJP ഏകകക്ഷിയായി 400-ൽ പരം സീറ്റുകളിൽ വിജയിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഈ മാസം അവസാനത്തോടുകൂടി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ എല്ലാവരെയും തീരുമാനിക്കാനുള്ള തീരുമാനവുമായി മുൻപോട്ട് പോകുന്നു. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് CPIM. കേരളത്തിൽ ശക്തമായി നിലകൊണ്ടു നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചത് ആകെ ഒരു സീറ്റാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ LDFന് ആകെ ലഭിച്ചത് ആലപ്പുഴയിലെ ആരിഫ് MP വിജയിച്ച സീറ്റ് മാത്രമാണ്. ബാക്കിയുള്ള 19 ഇടങ്ങളിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ MPമാർ വിജയിച്ചു വന്നു. അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളായി നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമല വിഷയം അതിലൊരു ഘടകമായിരുന്നു. വയനാട്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന രാഹുൽ ഗാന്ധി ഒരു ഘടകമായിരുന്നു. ഇത്തവണ 20-ൽ 20 പിടിക്കണമെന്ന കനകോലുവിന്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ 20-ൽ 20 തങ്ങൾ നേടുമെന്ന തരത്തിലേക്ക് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ പാളയങ്ങളിൽ. തൃശൂരിൽ നരേന്ദ്രമോദി വന്ന് കേരളത്തിനെ നഖക്ഷതങ്ങൾ ഉപയോഗിച്ച് അറുത്തുകീറാൻ ശ്രമിച്ചപ്പോൾ അവയെല്ലാം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി നിഷ്പ്രമമാക്കുവാൻ MP ഗോവിന്ദനടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ എത്തിയത്. അങ്ങനെ ശക്തമായ ഇടതുപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ അവസരത്തിൽ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട 3 ഇടങ്ങളിൽ തങ്ങൾക്ക് സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. അത് ഇടതുപക്ഷം അംഗീകരിച്ചാൽ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ വലുതാണ്. അത് ഇടതുപക്ഷം അംഗീകരിച്ചില്ലെങ്കിലും ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഇന്ത്യയിലെ ക്രൈസ്തവരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുവാൻ പ്രധാനമന്ത്രി അടക്കമുള്ള BJPയുടെ നേതാക്കന്മാർ ശ്രമിക്കുമ്പോൾ, അത് കേരളത്തിൽ വരെ അലയടിക്കുമ്പോൾ, മുഖ്യമന്ത്രിക്കെതിരായി പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങിയ ക്രൈസ്തവ മതവിശ്വാസിയായ മറിയാമ്മയെ പോലെയുള്ള ഒരു സ്ത്രീയെ തങ്ങളുടെ രാഷ്ട്രീയ വേദികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്രൈസ്തവരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്നു എന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലെല്ലാം കേക്കും വീഞ്ഞുമൊക്കെ സമ്മാനിച്ചുകൊണ്ട് സ്നേഹവിരുന്ന് നടത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിനോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷമായ ക്രൈസ്തവ മതസ്ഥരുടെ വോട്ടുകൾ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി നടപടികളുമായി മുൻപോട്ട് പോകുന്ന BJPക്ക് ഒരു വിലങ്ങ് സൃഷ്ടിക്കുവാൻ സാധിക്കാത്ത തരത്തിലേക്ക് നിൽക്കുകയാണ് ഇടതുപക്ഷം. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രൂക്ഷമായ ഒന്ന് മന്ത്രി സജി ചെറിയാന്റെ വിമർശനങ്ങളായിരുന്നു. മന്ത്രി സജി ചെറിയാൻ ക്രൈസ്തവ ബിഷപ്പുമാർക്കെതിരെയും ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരെയും ഉയർത്തിയ ചില ആരോപണങ്ങൾ, കേക്കും വീഞ്ഞും കണ്ടപ്പോൾ ചില മതപുരോഹിതന്മാർക്കെല്ലാം രോമാഞ്ചം കൊണ്ടുവെന്നും അവർ മണിപ്പൂരിലെ പല പ്രശ്നങ്ങളും മറന്നുപോയെന്നും ഉള്ള ആരോപണം ക്രൈസ്തവ മതവിശ്വാസികളുടെ ഇടയിൽ വലിയ സ്പർദ്ധ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സജി ചെറിയാനെ അനുകൂലിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ആരും തന്നെ സംസാരിച്ചിട്ടുമില്ല. അങ്ങനെ കാര്യമായൊന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇടതുപക്ഷം ഗൗനിച്ചിരുന്നില്ല എന്നതിന്റെ ഉദാഹരണങ്ങൾ നിരവധിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നവകേരള സദസ്സിനോട് ബന്ധപ്പെട്ട് പാലയിൽ വെച്ച് നടത്തിയ സദസ്സിൽ തോമസ് ചാഴിക്കാടൻ അവിടുത്തെ റബ്ബർ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ നവകേരള സദസ്സിലൂടെ സ്വാഗത പ്രസംഗത്തിലൂടെ അറിയിച്ചപ്പോൾ നവകേരള സദസ്സിന്റെ ഉദ്ദേശം എന്താണെന്ന് സ്വാഗത പ്രസംഗം നടത്തിയ തോമസ് ചാഴിക്കാടനെ പോലും അറിയില്ല എന്ന ഒരു ആരോപണം, ഒരു ആക്ഷേപം അവിടെ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കി. അതിനെ ചൊല്ലി ജോസ് കെ മാണി അടക്കമുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാക്കന്മാർ ഒരു ചോദ്യം പോലും ഉയർത്താതിരുന്നതും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ വലിയ വിദ്വേഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം ഇടതുപക്ഷത്തിനോട് ഒരു അകൽച്ച ഇട്ട് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവശ്യപ്പെട്ട 3 സീറ്റുകൾ കൊടുത്തില്ല എങ്കിൽ അത് ക്രൈസ്തവ മതവിശ്വാസികളുടെ പാർട്ടി എന്ന രീതിയിൽ, മലയോരത്തെ ക്രൈസ്തവ വിശ്വാസികളുടെ പാർട്ടി എന്ന രീതിയിൽ മുൻനിരയിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യപ്പെട്ട 3 സീറ്റുകൾ അവർക്ക് കൊടുക്കുക എന്നത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ
സംഘർഷമുണ്ടാക്കുന്നതാണ്. ഇത്തരത്തിൽ കേരള കോൺഗ്രസിന് സീറ്റ് നൽകുകയാണെങ്കിൽ UDF-ലും വലിയ പ്രതിഷേധങ്ങൾ ഉയരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. മുസ്ലിം ലീഗിനും ഇത്തരത്തിൽ സീറ്റുകൾ ആവശ്യമാണ്. കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് പോയ കേരള കോൺഗ്രസിന് 3 സീറ്റുകൾ നൽകിയാൽ എന്തുകൊണ്ട് വർഷങ്ങളായി തങ്ങളോടൊപ്പം നിലയുറച്ചു നിൽക്കുന്ന ലീഗിന് സീറ്റ് തരുന്നില്ല എന്ന ചോദ്യം കോൺഗ്രസിൽ ഉയരും. അങ്ങനെയാണെങ്കിൽ ലീഗ് പലതവണ ഇടതുപക്ഷത്തിനോട് അനുഭവം കാണിച്ച ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ലീഗ് ഇടതുപക്ഷത്തിനോട് ചേർന്ന് പോകുവാനുള്ള സാധ്യതകളും ഏറെയാണ്. അപ്പോൾ കോൺഗ്രസും വലിയ സമ്മർദ്ദത്തിലാകും. BJPക്ക് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം, ക്രൈസ്തവ മതവിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സീറ്റ് നൽകി ക്രൈസ്തവരെ പരിപോഷിപ്പിക്കുവാൻ ഇടതുപക്ഷം ശ്രമിച്ചാൽ അത് BJPക്ക് നിലവിലുള്ള ബലം, ക്രൈസ്തവരുടെ ഇടയിലുള്ള സ്വീകാര്യത ഇവയെല്ലാം കുറയ്ക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തായാലും ഇടതുപക്ഷം 3 സീറ്റുകൾ സമ്മാനിച്ചാൽ അത് ഇടതുപക്ഷത്തിന് ഗുണവുമാകും, സമ്മാനിച്ചില്ലെങ്കിൽ അത് ദോഷവുമാകും.